ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ്. പ്രതികളായ ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേസ് 27-ന് വീണ്ടും പരിഗണിക്കും. സെഷൻസ് കോടതി ഉത്തരവിനെതിരായ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ ലാത്തി അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കിയിട്ടില്ല, ഈ ജാമ്യം അനുവദിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അന്വേഷണ സംഘം പറഞ്ഞത്. പക്ഷേ ഇതിലൊരു അട്ടിമറി ശ്രമത്തെക്കുറിച്ച് ഈ റിപ്പോർട്ടിലൊന്നും പരാമർശമില്ല എന്നും നേരത്തെ അറിഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് കോടതി നടപടി? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ള സുരക്ഷാ ജീവനക്കാർക്ക് നേരത്തെ ആലപ്പുഴ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നതിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. 27-ന് ഹർജി വീണ്ടും പരിഗണിക്കുമെന്ന് ഈ പ്രതികളുടെ ഭാഗം കൂടി കോടതി കേൾക്കും. അതായത് ഈ ജാമ്യം റദ്ദാക്കണമെന്ന, അതായത് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന ഹർജിയിൽ അന്തിമവാദത്തിലേക്ക് ഹൈക്കോടതി പോകും 27-ന് എന്നതാണ് മനസ്സിലാകുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഇതിലെ പ്രതികൾക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ വാദിഭാഗത്തുള്ളത് ആലപ്പുഴ MLA AD തോമസും യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസുമാണ്. ഇവർ ഈ കേസിൽ കക്ഷികളാണ്. അതുകൊണ്ട് 27-ന് ഈ കേസിലെ പരാതിക്കാർക്ക് കൂടി അവരുടെ ഭാഗം കോടതിയിൽ വിശദീകരിക്കാനുള്ള സമയമുണ്ടാകും. നേരത്തെ ദിവിഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേസിലെ ലാത്തി അടക്കമുള്ളവ ഈ പ്രതികൾ തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നതായിരുന്നു സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ലാത്തി സറണ്ടർ ചെയ്തിട്ടില്ല എന്നതാണ് സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്.